അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നാം പഠിച്ചത് കൽബിനെ ശ്രദ്ധിക്കാനുള്ള അടിസ്ഥാനപരമായ 5 കാര്യങ്ങളൊക്കെ പഠിച്ചു. ഏറ്റവും അവസാനമായിട്ട് അൽ ഹസ്ലുൽ ഖാമിസിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള അവയവങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥാവിശേഷങ്ങൾ പലപ്പോഴായിട്ട് കൽബിനുണ്ടാകാറുണ്ട്. ഏകദേശം 5ഓളം അവസ്ഥകൾ, ബാക്കി ഒരു അവയവത്തിനും ഇല്ലാത്ത അവസ്ഥകൾ കൽബിനുണ്ടാകാറുണ്ട്. അതുകൊണ്ട് കൽബിനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത്, കൽബ് ഇങ്ങനെയൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അവയവമായതുകൊണ്ട് തന്നെ കൽബിൻ്റെ പക്കൽ നിന്നുള്ള ചെറിയ പിഴവ് പോലും ഭയങ്കരമായിട്ട് ബാധിക്കുമെന്നർത്ഥം. കാരണം കൽബ് ഇങ്ങനെ ചെറിയ രീതിയിൽ പിഴവ് വരുത്തുമ്പോൾ അവിടെ പ്രശ്നമായിട്ട് വരുന്നത് തുടക്കത്തിൽ ഏറ്റവും ചെറിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കഠിനമുള്ളൊരു ഹൃദയമായിട്ട് മാറും. കൽബിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ ദൂഷ്യഫലം ഹൃദയം കഠിനമാകും. അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത മറ്റു പലരിലേക്കും ഹൃദയം ആകൃഷ്ടനാകാനും തുടങ്ങും. ഇതാണ് ഏറ്റവും ചെറിയ ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഒടുക്കം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്തെന്ന് ചോദിച്ചാൽ, ഈമാനിലല്ലാതെ അസന്മാർഗമാർഗത്തിൽ അല്ലെങ്കിൽ കാഫിറായിട്ട് ജീവൻ കളഞ്ഞു പോകുക അല്ലെങ്കിൽ മരിച്ചു പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ കൽബിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കൽബിൻ്റെ പക്കുന്ന ചെറിയ പിഴവ് സംഭവിച്ചാൽ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഹൃദയകഠിന, അതേപോലെ അള്ളാഹു അല്ലാത്ത മറ്റു പലരിലേക്ക് മനസ്സ് തിരിയുക എന്നുള്ളതും. നേരെ മറിച്ച് അതത് അങ്ങത്തലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാഫിറായിട്ട് മരണപ്പെടുന്ന ഒരു ദുരവസ്ഥയായിരിക്കും എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ആയത്ത് അബാവസ്തക്ബർ ഒക്കാനുവിനൽ കാഫിരീൻ. അബാവസ്തക്ബർ, ഇബ്ലീസിനെ കുറിച്ചിട്ട് പഠിച്ച റബ്ബ് തന്നെ വളരെ സവിസ്തരം വിശദീകരിക്കുന്ന ഒരായത്താണ്. ഇബ്ലീസ് അള്ളാഹുനനുസരിക്കാൻ തയ്യാറായില്ല, വസ്തക്ബർ അഹങ്കാരം നടിച്ചു, ഒക്കാനുവിനൽ കാഫിരീൻ. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അനുസരിക്കാൻ തയ്യാറായിട്ടില്ല, അഹങ്കാരം നടിച്ചു, അതുകൊണ്ട് കാഫിര്യങ്ങൾ പെട്ടു എന്നത്. ഇവിടെ അഹങ്കരിച്ചു. ഈ അഹങ്കാരം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കൽബ് കൊണ്ടാണ്. കൽബിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് കാഫിറായും പോയി എന്നർത്ഥം. അതേപോലെ തന്നെ മറ്റൊന്ന് ലാക്കിൻ അഖ്ലദിൽ അള്ളാഹു ഭൂമിയിലേക്ക് കൂടുതൽ ആണ്ടിറങ്ങി, എന്നിട്ട് സ്വന്തം ദേഹച്ച എന്താണ് പറയുന്നത് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു എന്നർത്ഥം. ഇവിടെ ദേഹച്ച പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കലും ഭൂമിയിലേക്കൊക്കെ ആകർഷണമാവുകയൊക്കെയും ചെയ്യുക എന്നുള്ളതാണ് ഹൃദയം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഹൃദയം ചെറിയ രീതിയിൽ പിഴവ് സംഭവിച്ചപ്പോൾ ദുഷിച്ച തെറ്റുകളിലൊക്കെയും ഇയാൾക്ക് പോകേണ്ടി വന്നു എന്നർത്ഥം. വേറൊന്നു നഖല്ലിബു അഫ്ഇദതഹും വഅബ്സാറഹും കമാ ലം യുഅ്മിനൂ ബിഹി അവ്വല മററ വനദറുഹും ഫീ തുഗ്യാനിഹിം യഅ്മഹൂൻ. ഹൃദയത്തെയും കണ്ണുകളെയൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തെയും കണ്ണുകളെയൊക്കെയും മാറ്റും. ആദ്യകാലത്ത് എങ്ങനെയാണ് തുടക്കം മുതലേ വിശ്വസിക്കാത്തത് പോലെയാക്കിയിട്ട് മാറ്റും. വിശ്വാസിയായിരുന്നു, പിന്നീട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു. പക്ഷെ ഇപ്പോഴത്തെ കോലം കണ്ടാൽ തുടക്കത്തിലെ വിശ്വാസി അല്ലാത്തത് പോലെയാക്കിയിട്ട് വേണമെങ്കിൽ മാറ്റും. എന്നിട്ട് അവൻ്റെ ധിക്കാരങ്ങളിൽ, ദുഷ്പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ കളിക്കുന്നവനായിട്ട് ആണ്ടിറങ്ങുന്നതിനായിട്ട് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ ഹൃദയത്തെ മാറ്റിയാൽ ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ലക്ഷണവും അവൻ്റെ ഭാഗത്തു നിന്ന് കാണപ്പെടുകയില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഹൃദയത്തെക്കുറിച്ചുള്ള എന്ത് ചർച്ച വരികയാണെങ്കിൽ, ചിന്ത വരികയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളൊക്കെയും
പടച്ചിറബ് എന്നെ സലാമത്താക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നത് എന്നർത്ഥം. മാത്രമല്ല ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ചെലവഴിക്കുകയും സമയം ചെലവഴിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അധ്വാനിക്കുന്ന ഇത്തരം നല്ല ആളുകളെ കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബുൽ അബ്സാർ. ഇത്തരം ഹൃദയത്തിലെ നന്നാക്കാൻ വേണ്ടിയിട്ട് അധ്വാനവും സമയം ചെലവഴിക്കുന്ന ആൾക്കാർ ഒരു ദിവസത്തെ ഓർത്ത് കാര്യം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഹൃദയാന്തരങ്ങളെ മാറ്റുകയും കണ്ണുകളെയും ഹൃദയത്തെയും മാറ്റിമറിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ ഓർത്ത് അവർക്ക് കരയുമെന്ന് ഇവരെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഹൃദയത്തെ സംബന്ധിച്ച് ഹൃദയത്തിനെ നോക്കേണ്ട രീതിയിൽ, പരിപാലിക്കേണ്ട രീതിയിൽ, സംരക്ഷിക്കേണ്ട രീതിയിൽ അക്കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, നോക്കിയിട്ടില്ല എങ്കിൽ അത് ഭയങ്കരമായിട്ട് പ്രശ്നമാകും. പടച്ച റബ്ബ് അത്തരം പ്രശ്നങ്ങൾ നിന്ന് മുക്തി നേടിയിട്ട് ഹൃദയത്തെ കൃത്യമായിട്ട് നോക്കുന്ന, പരിപാലിക്കുന്ന സജ്ജനങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ കാരുണ്യം സദാസമയം ഉണ്ടാകട്ടെ എന്നർത്ഥം. ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി ഹൃദയത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് അതിപ്രധാനപ്പെട്ടതാണ്, പ്രാധാന്യമേറിയതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിനെ നന്നാക്കാനുള്ള മാർഗങ്ങൾ എന്തെന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഹൃദയത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആഫത്തുകൾ എന്ത്, അങ്ങനെ ആഫത്തുകൾ വന്നാൽ ഹൃദയത്തെ മോശമാക്കുന്ന പ്രതിസന്ധികൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞു തരണം. കാരണം അങ്ങനെ നന്നാക്കാനുള്ള മാർഗങ്ങളും ഹൃദയത്തിൻ്റെ എതിരായിട്ട് വരുന്ന പ്രതിസന്ധികളും ആപത്തുകളൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമുക്ക് ഹൃദയത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇൽമിലും അമലിലേക്കും കുറച്ചും കൂടി ഒന്ന് ഉഷാറാക്കാൻ പറ്റും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അയാൾക്കുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചോദിച്ച ആ ചോദ്യം ഭയങ്കര ചോദ്യമാണ്. കാരണം അവിടെ രണ്ട് ചോദ്യമാണ് ഉള്ളത്. ഒന്ന് ഹൃദയത്തെ നന്നാക്കാനുള്ള മാർഗം, മറ്റൊന്ന് പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്നുള്ളത്. കാരണം അത് പറയുക എന്നുള്ളത് വളരെ ദീർഘമായ അതിന് മറുപടി പറയുക എന്നുള്ള ദീർഘമായ പ്രക്രിയയാണ്. കാരണം നമ്മൾ മിൻഹാജുൽ ആബിദീൻ പോലത്തെ ചെറിയ കിതാബിലും അതിനെക്കുറിച്ച് സവിസ്തരം വിശദീകരിക്കുക എന്നുള്ളത് സുസാധ്യമല്ലത്, അസാധ്യമാണ്. മാത്രമല്ല ഹൃദയ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഴയകാല പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ വരെ നടത്തിയിട്ട്. വേറൊരു വിഷയവുമില്ല. ഹൃദയവും ഹൃദയത്തിൻ്റെമായി ബന്ധപ്പെട്ട ഇത് നന്നാക്കുന്ന മാർഗങ്ങൾ, ഹൃദയത്തിലേക്ക് വരുന്ന പ്രതിസന്ധികൾ, ആപത്തുകൾ, ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മാത്രം കൊട്ടക്കണക്കിന് ഗ്രന്ഥങ്ങളൊക്കെ അവർ രചിച്ചിട്ടുണ്ട്. കാരണം അതത്രമാത്രം വിശദീകരിക്കാൻ മാത്രമുള്ള വിഷയമാണ് എന്നർത്ഥം. അവർ അവിടങ്ങളൊക്കെയും പറഞ്ഞിട്ടുള്ളത് ഹൃദയം നന്നാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 90ഓളം നല്ല സൽഗുണങ്ങൾ അവരുടെ കിതാബുകളിലൊക്കെയും വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഹൃദയത്തിൻ്റെ പ്രതിസന്ധിയായിട്ട് വരുന്ന, ആഫാത്തായിട്ട് വരുന്ന 90ഓളം മോശപ്പെട്ട കാര്യങ്ങളും ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ 90 കാര്യങ്ങൾക്ക് പുറമെ ജീവിതത്തിൽ പകർത്തേണ്ട നല്ല നല്ല വാജിബായ നിർബന്ധമായ ഒരുപാട് അമലുകളും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തീർത്തും ഉപേക്ഷിക്കേണ്ട, മാറി നിൽക്കേണ്ട മോശപ്പെട്ട ഹറാമായ പ്രവർത്തനങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയും അതിൻ്റേതായ സ്പെഷ്യലൈസ്ഡ് കിതാബ് തന്നെയാണ്. എല്ലാ വിഷയങ്ങളും പറയുന്ന മിൻഹാജുൽ ആബിദീൻ പോലത്തെ ചെറിയ കിതാബിലൊന്നും അതങ്ങനെ കുറിച്ച് പറയാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നത്, ഒരാൾക്ക് ദീനി വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും അശ്രദ്ധ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അശ്രദ്ധയിൽ നിന്ന് അയാൾ മുക്തി നേടിയിട്ട് സദാസമയം ജാഗരൂകനായിട്ട് പടച്ചറബിലേക്ക് തന്നെ ഇദ്ദേഹം മുന്നിട്ടിറങ്ങുകയും ചെയ്താൽ പണ്ഡിതന്മാർ പറഞ്ഞ ആ 90 നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും 90 മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും, പണ്ഡിതന്മാർ പറഞ്ഞ ആ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഒന്നും വലിയ പ്രയാസമില്ല. പടച്ചറബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ ഇതേ ഉള്ളൂ, പടച്ചറബിൻ്റെ തൗഫീഖ് വേണം. ഈ വിഷയ സംബന്ധിയായിട്ട് ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഷറഹു അജായിബുൽ ഖൽബ് എന്ന ഒരു ഭാഗത്ത് ഹൃദയത്തിൻ്റെ അത്ഭുതങ്ങളുടെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഷറഹു അജായിബുൽ ഖൽബ് എന്ന ഒരു ഭാഗത്ത് ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ ഈ വിഷയം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ കാര്യമായിട്ട്
ഹൃദയത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഹൃദയത്തിന് വരുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ എങ്ങനെയാണ് പരിഹാരം കാണേണ്ടതെന്നും നമ്മൾ പറിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനേക്കാളും വളരെ മനോഹരമായിട്ട് ഹൃദയത്തിൻ്റെ കൂടുതൽ വിശദീകരണം നൽകിയിട്ടുള്ളത് അസ്റാർ മുആമലത്ത് ദീൻ. അവിടെ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് ഏകദേശം സ്വതന്ത്രമായിട്ടുള്ളൊരു കിതാബാണ്. മാത്രമല്ല ഈ വിഷയവുമായിട്ട് മുതാല ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നതും പണ്ഡിതന്മാർ കൂടുതൽ ഈ വിഷയവുമായിട്ട് ഈ കിതാബിനെ ആശ്രയിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഏതായാലും ഇവിടെ നമ്മൾ മിൻഹാജുൽ ആബിദീനിൽ അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് അത്ര യോജിച്ചല്ല. കാരണം ഇത് തസൂഫിൻ്റെ മേഖലയിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് വിരചിതമായി രചിക്കപ്പെട്ട കിതാബാണ്. അപ്പോൾ അത് അവിടെ പറയാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവിടെ കൽബല്ലാത്ത മറ്റു പല വിഷയങ്ങളും കൂടി പറയാനുള്ളത് കൊണ്ട്. ഏതായാലും ഹൃദയത്തെ സംബന്ധിയായിട്ട് ഒരല്പം പറയണം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ആവശ്യമായ ഒരു നിലക്കും പറയാതിരിക്കാൻ പറ്റാത്ത 2-3 കാര്യങ്ങൾ നമ്മളിവിടെ പറയുകയാണ്. അത് ആരാധനയുമായി ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആബിദീങ്ങൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4 പ്രധാനപ്പെട്ട ആഫത്തുകളുമുണ്ട്. അപ്പോൾ ആബിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട 4 ആഫത്തുകളുണ്ട്. അത് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം ഫിത്നയാണ്. മാത്രമല്ല ഒരു തരം ബല എന്നൊക്കെ നമ്മൾ പറയൂലേ, അപകടങ്ങളാണ്. ഹൃദയത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കുന്ന, മോശമാക്കുന്ന, ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്ന, നശിപ്പിച്ച് കളയുന്ന ആഫത്തുകളാണത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഉപാധിങ്ങളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവർ കൂടുതൽ പിടിച്ചു നിൽക്കുന്ന ഒരു 4 നല്ല കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇബാദത്തിൻ്റെ ആകസത്ത, ഇബാദത്തിൻ്റെ ഇന്തിലാം എന്നാണെങ്കിൽ പറയാം. മാത്രമല്ല ആ 4 കാര്യങ്ങളായിരിക്കും ഇസ്ലാഹുൽ ഖുലൂബ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു 4 കാര്യങ്ങൾ ഹൃദയത്തെ സംബന്ധിച്ച് ആബിദീങ്ങൾക്ക് പാരയായിട്ട് വരുന്നൊരു 4 കാര്യങ്ങളുണ്ടാകും. ആബിദീങ്ങൾക്ക് എപ്പോഴും അനുകൂലമായിട്ട് അവരുടെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന അതിൻ്റെ പാരയുടെ നേരെ ഓപ്പോസിറ്റായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ അത് നിർബന്ധമായിട്ട് പറയണം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഴുവനായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ ഈ 4 കാര്യങ്ങൾ, ആബിദീങ്ങൾക്ക് പാരയായിട്ട് വരുന്ന 4 കാര്യങ്ങൾ, ആബിദീങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്ന 4 കാര്യങ്ങൾ, അത് ഈ 4 പാരയായിട്ട് വരുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തത് അൽ അമൽ, ദുരാഗ്രഹം. അതേപോലെ തന്നെ ഇസ്തിജാൽ എന്ന് പറഞ്ഞാൽ വേഗം ചെയ്ത് തീർക്കൽ, ഇസ്തിജാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കൽ. ഹസദ്, അസൂയ, കിബ്ര, അഹങ്കാരം. ഇതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല 4 കാര്യങ്ങൾ. മനാഖബിൽ അർബ എന്ന് പറഞ്ഞാൽ ഖിസറുൽ അമൽ, അമിത ആഗ്രഹമില്ല, ആഗ്രഹം വളരെ കുറവാണ്, കുറഞ്ഞ അത്യാഗ്രഹമില്ലായ്മ. അതേപോലെ തന്നെ കാര്യങ്ങളെ അവധാനതയോടുകൂടി സമീപിക്കൽ. മാത്രവുമല്ല അസൂയക്ക് പകരമായിട്ട് സൃഷ്ടികൾക്ക് പരസ്പരം ഉപദേശം നൽകിയിട്ട് അവരെ മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തൽ. പിന്നൊന്ന് കിബ്രിൻ്റെ ഓപ്പോസിറ്റ് വിനയവും അതേപോലെ തന്നെ ഭയഭക്തിയും. ഇതൊക്കെയാണ് 4 കാര്യങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഇതാണ് ഹൃദയം നന്നാകാനും മോശമാകാനുമുള്ള അടിസ്ഥാനം. നേരത്തെ പറഞ്ഞ മനാഖബിൽ അർബ ആണെങ്കിൽ സ്വലാഹുൽ ഖൽബ് ഉണ്ടാകും, ആഫാത്തുൽ അർബ ആണെങ്കിൽ ഫസാദുൽ ഖൽബ് ഉണ്ടാകും. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ, ഹൃദയത്തിൻ്റെ നന്മത്തിന്മയുടെ ഏരിയ ഇതാണ്. ഇവിടെ ഒരാൾ മാക്സിമം ഈ ആഫാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയാൽ, എന്നിട്ട് ഈ 4 മനാഖബ് കരസ്ഥമാക്കാനുള്ള ശ്രമം നടത്തിയാൽ അയാൾക്ക് മാഷാ അല്ലാഹ് അയാൾ ജയിക്കും. അള്ളാഹുവിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദിഷ്ട കാര്യം ലാഭത്തിലാക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇനിയുള്ള നമ്മുടെ ചർച്ച കാതലായിട്ട് വരുന്നുള്ളത്, ഈ 4 കാര്യത്തെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്.
ഈ 4 കാര്യം മനാക്കിബുൽ അർബ, അതേപോലെ തന്നെ ആഫാത്തുൽ അർബ. ഈ ആദ്യത്തേത് ആഫാത്തുൽ അർബനെ കുറിച്ച് നമ്മൾ പറയും. ഇൻഷാ അള്ളാ അത് കഴിഞ്ഞിട്ട് മനാക്കിബുൽ അർബയെ കുറിച്ച് നമ്മൾ പറയും. തൽക്കാലം നമ്മൾ നിർത്താണ്. ഇലൽ ലിഖാ മഅസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.